സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് 11 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. വയനാട്, തൃശൂർ, കാസർഗോഡ്, മലപ്പുറം, കണ്ണൂർ, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, കോട്ടയം, പത്തനംതിട്ട, പാലക്കാട് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ സ്കൂളുകൾക്കും അങ്കണവാടികൾക്കും മതപഠന സ്ഥാപനങ്ങൾക്കും ട്യൂഷൻ സെന്ററുകൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപകമായ മഴക്കാണ് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. 3 ദിവസം അതിശക്തമായ മഴ തുടരും. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാന ലാപ്പിൽ. പരസ്യപ്രചാരണം തീരാൻ 1 ദിവസം മാത്രം ശേഷിക്കെ പ്രധാന നേതാക്കളെ ഗ്രൗണ്ടിലിറക്കിയാണ് സ്ഥാനാർത്ഥികൾ കരുത്ത് കാട്ടുന്നത്. ആര്യാടൻ ഷൌക്കത്തിനായി റോഡ് ഷോയുമായി പ്രിയങ്ക ഗാന്ധി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോത്തുകൽ, കരുളായി, അമരമ്പലം എന്നീ പഞ്ചായത്തുകളിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജിനായി പ്രചാരണം നടത്തി. PV അൻവറിനായി തൃണമൂൽ MP യൂസഫ് പത്താൻ കളത്തിലിറങ്ങി. മഴ തുടങ്ങിയതോടെ സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷം. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളുടെ തീരമേഖലകളിലാണ് കടലാക്രമണം. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. കാലവർഷം ശക്തമായതോടെ കടലാക്രമണവും അതിരൂക്ഷമായിരിക്കുകയാണ്. കൊല്ലത്ത് റെയിൽവേ ട്രാക്കിന് മുകളിൽ മരം വീണ് തീപടർന്നു. കൊല്ലത്തിനും ഇരവിപുരത്തിനുമിടയിലാണ് മരം വീണത്. കന്യാകുമാരി പുനലൂർ പാസഞ്ചർ കടന്നുപോകുന്നതിന് തൊട്ടുമുമ്പാണ് അപകടം. ഇസ്രായേലിലെ ഇന്ത്യക്കാർക്ക് വീണ്ടും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ എംബസിസ്റ്റർ. സുരക്ഷ പരമപ്രധാനമാണെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കി കരുതലോടെ ഇരിക്കണമെന്നാണ് നിർദ്ദേശം. ഇസ്രയേൽ അധികൃതരുമായി നിരന്തര സമ്പർക്കത്തിലാണ് എന്നും എംബസി വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലെ ഇസ്രയേൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വ്യോമപാത അടച്ചിട്ടുമുണ്ട്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉദര സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ഡൽഹിയിലെ സർ ഗംഗാറാം ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ആശുപത്രിയിലെ ഗ്യാസ്ട്രോ വിഭാഗത്തിൽ നിരീക്ഷണത്തിൽ കഴിയുകയാണ് സോണിയാഗാന്ധി. 78-കാരിയായ സോണിയയെ ഇത് 2ാം തവണയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. നേരത്തെ ജൂൺ 7-ന് സോണിയാഗാന്ധിയെ ഹിമാചൽ പ്രദേശിലെ ഷിംലയിലുള്ള ഇന്ദിരാഗാന്ധി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ തകർന്ന പൈലറ്റ് ഉൾപ്പെടെ 7 പേർ മരിച്ച സംഭവത്തിൽ ഹെലികോപ്റ്റർ കമ്പനിക്കെതിരെ കേസെടുത്ത പോലീസ്. ആര്യൻ ഏവിയേഷൻ കമ്പനിക്കെതിരെയാണ് കേസെടുത്തത്. ഹെലികോപ്റ്റർ അപകടത്തിൽ 7 പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു. തീർത്ഥാടക സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. പാലക്കാട് ഒറ്റപ്പാലത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ശ്രീകൃഷ്ണപുരം സ്വദേശി ആദിത്യനാണ് മരിച്ചത്. ഒറ്റപ്പാലം പാലപ്പുറത്ത് വെച്ച് കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു അപകടമുണ്ടായത്. ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ആദിത്യൻ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. പാൽ ടാങ്കറിലെ രഹസ്യ അറയിൽ വിദേശമദ്യക്കടത്ത്. ഉത്തർപ്രദേശിൽ നിന്ന് ബീഹാറിലേക്ക് മദ്യം കടത്തിയ 2 പേർ അറസ്റ്റിൽ. മദ്യനിരോധിത സംസ്ഥാനത്തേക്ക് 10 ലക്ഷത്തിലേറെ വില വരുന്ന വിദേശമദ്യമാണ് ഇവർ കടത്താൻ ശ്രമിച്ചത്. ഗോരഖ്പൂർ വാരണാസി ദേശീയപാതയിൽ നടന്ന പ്രത്യേക പരിശോധനയ്ക്കിടെയാണ് അറസ്റ്റ്. താമസസ്ഥലത്ത് AC പൊട്ടിത്തെറിച്ച് ഗുരുതര പരിക്കേറ്റ് റിയാദിലെ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലയാളി യുവാവ് മരിച്ചു. തൊടുപുഴ രണ്ടുപാലം സ്വദേശിയും നിലവിൽ എറണാകുളം പറവൂർ മാഞ്ഞാലിയിൽ താമസക്കാരനുമായ കണിയാമ്പറമ്പിൽ ബഷീറിന്റെ മകൻ സിയാദാണ് മരിച്ചത്. റിയാദ് എക്സിറ്റ് 8-ൽ ഹൌസ് ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു സിയാദ്. തിരുവനന്തപുരം വെള്ളറടയ്ക്ക് സമീപം പനച്ചമൂടിൽ വീട്ടമ്മ പ്രിയംവദയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി വിനോദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊലപാതക വിവരം മറച്ചുവെക്കാനും മൃതദേഹം മറവ് ചെയ്യാനും സഹായിച്ചതിൽ സഹോദരൻ സന്തോഷിനെയും പോലീസ് പ്രതി ചേർത്തു. സന്തോഷിന്റെ അറസ്റ്റ് വെള്ളറട പോലീസ് രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് ZPO ന്യൂസ്.